ഹലോ ഹായ് ഗായ്സ്, ഞങ്ങളിതാ ഇവിടെ എന്താണ് തിരയുന്നതെന്നല്ലേ നോക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഈ താറ് പണിക്കും റോഡ് പണിക്കും ഒക്കെ യൂസ് ചെയ്യുന്ന ഷൂസ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് ഞങ്ങളിതാ ATV ബൈക്ക് റൈഡിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ബൈക്ക്. അവർക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷേ 2 പേരാണ് കേട്ടോ ഓടിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നമ്മുടെ സിസുക്കുട്ടിക്ക് വലുതായിട്ട് എന്നെക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഓട്ടിക്കേണ്ടി വരും. ഞാൻ വലിയ കാര്യത്തിലാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ സെറ്റായിരിക്കുന്നു. അപ്പോൾ സെറ്റ് തന്നെയാണ്. ഇതാ കണ്ടില്ലേ, ഈ ചെളിക്കുണ്ടിലൂടെ ഇങ്ങനെ ഇളകി മറിയാന്ന് വെച്ചാൽ ഒരു രസം തന്നെയാണ്. പക്ഷേ ജസ്റ്റ് ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ, എവിടെയെങ്കിലും നിന്ന് വീഴുമെന്നുള്ളത്. കുഴപ്പമില്ല, പക്ഷേ അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ സാധനം ഓട്ടിക്കുക എന്നുള്ളത് ഒരു വൻ ടാസ്ക് തന്നെയാണ്. എൻ്റെ പൊന്നേ, നമ്മുടെ സ്കൂട്ടറൊക്കെ എന്താ സുഖമാണെന്നറിയാവോ. ഇങ്ങനെ ചിരിക്കുന്ന കണ്ടാലും എൻ്റെ 2 കൈയും പറഞ്ഞു പോണ വേദനയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ല എന്ന് വെച്ചാൽ അത് അതിൻ്റെ മെക്കാനിസം അങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ചോദിച്ചായിരുന്നു ഇതെന്താണ് ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നതെന്ന്. പക്ഷേ അതങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. ആ ടയറൊക്കെ ഇങ്ങനെ ചെളിയിലൂടെ ഇങ്ങനെ നുഴഞ്ഞു പോകണമെങ്കിൽ അതങ്ങനെ ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ചെളിയിലൂടെ ഇങ്ങനെ മറിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞാൽ ആർക്കും മിസ്സാവരുത്. ഇവിടെ പോയാൽ നമ്മളിത് ചെയ്തിരിക്കുക തന്നെ വേണം. ഞാനും സിസ്നയും കൂടെ നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നടക്കില്ല, ഇങ്ങനെ നമുക്ക് വീഡിയോ കിട്ടത്തുള്ളൂ. കാരണം അമ്മാതിരി സെറ്റപ്പാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ തിരിച്ചു പോവുകയാണ്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ എക്സ്പീരിയൻസ് പറയൂ. സൂപ്പർ. നാളെ ആരൊക്കെ ഒരു ബിരിയാണി തന്നെ ഒരു ബിരിയാണി തിന്നതെല്ലാം ദഹിച്ചു. ആകെ കുറച്ചേ കിട്ടിയുള്ളൂ. അതൊക്കെ കാറ്റായി. അടുത്ത ഇനി എന്താ വേണം? മന്തി. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മൂവായി വന്നപ്പോൾ കിടക്കുന്നു. പക്ഷെ ആരും വീടില്ല എന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ എല്ലാം നശിച്ചു. കിടക്കുന്നു ചക്കോ പൊത്തോന്ന്. പക്ഷെ വയലിലായതുകൊണ്ട് വേറെ ഒന്നും പറ്റിയില്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു ഇടുക്ക് വഴിയെ കൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. ഇവരതിനായിട്ട് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വയലിൻ്റെ സൈഡിൽ കൂടെയും ഒക്കെ. ഞങ്ങൾ വിചാരിച്ചു ആ പോയ വഴി തന്നെ വന്ന വഴി തന്നെയായിരിക്കും തിരിച്ചു പോകുന്നതെന്ന്. പക്ഷെ അല്ല, വേറെ റൂട്ട് വഴിയൊക്കെയാണ് പോകുന്നത്. അവരിതിനായിട്ട് വേണ്ടി തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി കിലോമീറ്റേഴ്സ് പോകണം കേട്ടോ. അപ്പോൾ ഈ 2 സൈഡിലും ചെറിയ വരമ്പ് പോലെയൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. വെള്ളമാണ് സൈഡ് ഫുള്ള്. വീണാൽ വെള്ളത്തിൽ വീഴും. പിന്നെ എങ്ങനെ വീഴുന്നു, കൈ കുത്തിയൊക്കെ വീണാൽ ചിലപ്പോൾ ഫ്രാക്ചറൊക്കെ ആവും. അങ്ങനത്തെ സെറ്റപ്പുകളാണ്. ദാണ്ട് ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെയുള്ള ചെറിയ ചെറിയ തോടുകൾ പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന വഴിയൊന്നുമില്ല, വേറെ ഒരു സെറ്റപ്പിൽ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ കാർട്ടൂണിലൊക്കെ കാണത്തില്ലേ, അതേപോലുള്ളൊരു സെറ്റപ്പ്. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടെ വണ്ടി ഒന്ന് കേടാവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്റ്റോപ്പാകും. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഞങ്ങളങ്ങനെ. അതിന് ശേഷമുള്ളതാ ഈ കാത്തുനിൽപ്പ് ഒരു അന്യായ കാത്തുനിൽപ്പായിരുന്നു. ഇത് ഭയങ്കര ഒരു നമ്മൾ സത്യം പറഞ്ഞ സ്വപ്നമാണെന്ന് വിചാരിക്കും കേട്ടോ. ആ വണ്ടിയുടെ ആ ഒരു പാടും വെച്ചൊഴിച്ചാൽ ബാക്കി അടിപൊളിയായിരുന്നു. അതൊക്കെ നമ്മളിപ്പോൾ മറക്കും. ഇത് കഴിയുമ്പോൾ ഒരു റൈഡറാവും നമ്മൾ. കണ്ണാപ്പികളൊക്കെ ഇല്ലേ, അവരെ പോലെ തന്നെയാവും. അതിനുശേഷം എന്താ ഈ ഒരു കയറ്റവും ഇറക്കവും ഒക്കെ ഇത് നമ്മുടെ കൈകളിലാണ് കേട്ടോ. കൈയൊക്കെ നല്ല നമ്മുടെയൊക്കെ കൈ ആണുങ്ങളുടെ കൈ പോലെ അല്ലല്ലോ. നല്ല കട്ട വേദന ഉണ്ടെങ്കിലും പിന്നെ ഇത് ഓട്ടിച്ചൊരു ത്രില്ലായി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മറക്കും. ഏതൊക്കെയോ കാടുകളിലൂടെയും നല്ല നല്ല വഴികളൊന്നുമല്ല, മൊത്തം കുണ്ടും കുഴിയാണ്. നമ്മൾ ബോഡി ഫുള്ളിങ്ങനെ ഷേക്ക് ചെയ്താണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ തന്നെ നല്ലൊരു വേദന നമ്മുടെ ദേഹത്തുണ്ട്. പക്ഷേ നമ്മളതൊന്നും വകയെ വെക്കത്തില്ല. ഈ പോണ വഴികളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഈ കുണ്ടും കുഴികളിലൂടെയൊക്കെ തെറിച്ചാണ് പോണത്. ആദ്യം പോയപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ എന്താവും, മറിഞ്ഞു വീഴൂ, അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം ഇതുവരെ ഓട്ടിച്ചിട്ടില്ല. നമുക്ക് സ്കൂട്ടർ അങ്ങനത്തെ സാധനങ്ങളിൽ പരിചയമുള്ളൂ. പക്ഷേ സ്കൂട്ടറും ഇതുമായിട്ട് യാതൊരുവിധ വ്യത്യാസം നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തേ ഇല്ല. ഇത് കുറച്ചും കൂടി കട്ടിയുള്ള സാധനമാണ്. ആണുങ്ങൾക്കായിരിക്കും കുറച്ചുകൂടി ഇത് ബെറ്റർ എന്ന് കരുതി നമുക്കതിനെ വിടാൻ പറ്റില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് എന്തായാലും ഓട്ടിച്ചൂടെ എന്നുള്ള ധാരണയിലാണ് ഞങ്ങളും ഇറങ്ങിത്തിരിച്ചത്.
പക്ഷേ കുറച്ച് ബലവും കുറച്ച് ആരോഗ്യവും ഒക്കെ വേണം കേട്ടോ. തിന്നതെല്ലാം ദഹിച്ചു പോകുന്ന പരിപാടിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ രണ്ടുപേരും മാറിയും തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കാവുന്നവർക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ അവൾക്ക് അറിയാത്തത് കൊണ്ട് രണ്ട് സൈഡും എൻ്റെ അടപ്പിളവി എന്ന് വേണം പറയാൻ. അങ്ങനെ പയ്യെ ഞങ്ങൾ പോകുമ്പോൾ ഓരോരുത്തരുടെ വണ്ടിയൊക്കെ ചിലപ്പോൾ കേടാവും, ചിലപ്പോൾ ഇതേ കണക്ക് ആരെങ്കിലുമൊക്കെ ചെന്ന് വീഴും. അങ്ങനെയൊക്കെ ഇങ്ങനെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നല്ല കയറ്റവും ഒക്കെ വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ആവും കേട്ടോ. ഇനി അങ്ങോട്ടുള്ള യാത്രയെന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൂഷ്യലാണെന്ന് അവിടെ നിന്ന് നമുക്ക് ഇൻഫോം ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന രീതിയിൽ തന്നെ വണ്ടിയിൽ ആക്സിലേറ്റർ കൂട്ടുക, കുറയ്ക്കുക, ബ്രേക്ക് എടുക്കുക. കാരണം ഇത്രയും വെള്ളം നമ്മുടെ സൈഡിലൂടെ പോകുന്നുണ്ട്. പിന്നെ പോരാത്തിന് ചില സ്ഥലങ്ങളിൽ നല്ല തേരിയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ നിൽക്കും കേട്ടോ. നമുക്കെന്താണ് സെക്യൂറായിട്ടുള്ള ആളുകൾ അവിടെ ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട്. കാരണം ഇതെപ്പോഴും കേടാവുന്ന ഒരു ബൈക്കാണ്. ചില സ്ഥലങ്ങളിൽ സ്റ്റക്കായി പോകും. അപ്പം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് നീക്കാനേ പറ്റത്തില്ല. ആളുകളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അത് നമുക്ക് കുറച്ച് ആശ്വാസം തരും. അതായത് ഈ സ്ഥലത്ത് കണ്ടോ, അയ്യോ ഇതൊക്കെ എന്താണ് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു. വേറൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടുത്തൊരു വണ്ടറിലേക്കാണ് ഈ പോകുന്നത്. ഒരു ഗുഹ, അതിൻ്റെ അകത്തൂടെ കയറി പോകുന്ന കാഴ്ചയാണ് ഗായ്സ്. ഇനി ഈ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 1.5 കയറ്റമാണ് കേട്ടോ. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് കൊടുത്താലൊന്നും കയറുന്നില്ലെന്നാണ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ശക്തിയെല്ലാം കൊടുത്തുകൊണ്ട് വേണം ആ കയറ്റം കയറാൻ. നല്ല രീതിയിൽ വലിക്കണം ഇവിടെ. ഇതൊക്കെയാണ് മോളെ കൊറേ പട്ടി നിൽക്കുന്നു. എന്റെ പൊന്നെ പട്ടിയാണ് കടി വെച്ച് കൊടുത്ത് എനിക്ക് പേടിയാവുന്നു. ഇത് കടിച്ചു തരുമോ കാലിലെങ്ങാനും വെച്ച്? അയ്യോ എനിക്ക് കാലിലെങ്ങനെ കടി കിട്ടും എന്റെ പൊന്നി. ആരത്തി കമോൺ. അയ്യോ കുനിഞ്ഞു ഒരു സാധനം എടുത്ത് വാങ്ങി നോക്കൊണ്ട് ഞാൻ തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവസാനം നമ്മുടെ എൻഡിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. ഓക്കെ, ഞങ്ങളുടെ ATV റൈഡ് എല്ലാവർക്കും ഇഷ്ടമായി. ഓക്കെ അല്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്.